അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നരകത്തെ വല്ലാതെ പേടിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ആ ദുനിയാവിലുള്ള ഇപ്പോഴത്തെ ചൂട് പോലും നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. ഒരുപാട് അകലെയുള്ള സൂര്യൻ്റെ ഇപ്പോഴത്തെ ചൂട് പോലും നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ വീടുകളും പള്ളികളൊക്കെ AC ഒക്കെ വെച്ച് നല്ല തണുപ്പിക്കുകയാണ്, നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ നരകത്തിൻ്റെ ചൂട് പിന്നെ എങ്ങനെയാണ് നമ്മൾ താങ്ങുക? നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ് വളരെ മഹത്വമുള്ള ബറാഅത്തിൻ്റെ രാത്രി. ആ രാത്രിയിൽ അത്താ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ, വളരെയേറെ വലിയൊരു ഗോത്രമാണ് കൽബ് ഗോത്രം, ആ ഗോത്രക്കാരുടെ ആടിൻ്റെ രോമം, ഒരുപാട് രോമങ്ങളുള്ള ആടുകളാണ് അവരുടെ ആട്. ആ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണം അനുസരിച്ച് അല്ലാഹു തആല മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ്. ആ രാത്രിയിൽ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും റബ്ബ് നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. നരകത്തിൻ്റെ ചൂട് നമുക്ക് താങ്ങാൻ സഹിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു രാത്രിയാണ്. ആ രാത്രിയിൽ അള്ളാഹു ഉത്തരം നൽകാത്ത 3 വിഭാഗം ആളുകളിൽ പെടാതിരിക്കുക, കുടുംബബന്ധം ചേർക്കുക, അതേപോലെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. ആ വിശ്വാസം ഉണ്ടായിരിക്കെ പേര് മുസ്ലിമാണ്, പ്രവർത്തനങ്ങളൊക്കെ അതിന് വിരുദ്ധമാണ്. അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കുകയില്ല. മൂന്നാമത്തത്, വ്യഭിചാരം ചെയ്യുന്ന ആൾ, അയാൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കുകയില്ല. അതുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ എത്രയും മഹത്വമുള്ളൊരു രാത്രി നമുക്ക് കിട്ടിയിട്ട് നാം റബ്ബിനോട് പ്രാർത്ഥിക്കാതെ പാഴാക്കി കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾ പരാജിതരാണ്, കളയുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ ബറക്കത്ത് മാനിച്ച് അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ.